നിതീഷ് പറഞ്ഞത് ഗിരി വിശ്വസിച്ചോ? എന്ത്? തലയിലെ ആ മുറിവിന്റെ കാര്യം. ഏയ്, വീണതാന്ന് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. വല്ല ബാറിലും വെച്ച് അവൻ അടിപിടിക്ക് പോയതാവാനാ സാധ്യത. ഗിരി ആ പറഞ്ഞത് പാതി നേരാ. സംഭവിച്ചത് അടിപിടി തന്നെയാ. പക്ഷെ ബാറിൽ വെച്ചല്ലെന്നേ ഉള്ളൂ. അത് സുമിക്ക് എങ്ങനെ അറിയാൻ? അത് സംഭവിച്ചത് എന്റെ വീട്ടിൽ വെച്ചാ. സുമിയുടെ വീട്ടിൽ വെച്ചിട്ടോ? അവനെന്തിനാ അവിടെ വന്നേ? കുറച്ചു മുമ്പ് അച്ഛനെ വിളിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നിതീഷ് അവിടെ ചെന്ന് നന്ദു തിരിച്ചു വന്ന ഉടനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞു പോലും. എങ്കിൽ പിന്നെ അവനത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഒരു ഉൾവിളി? അറിയില്ല. തിരിച്ചറിവുകള് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഉണ്ടാവാലോ ഗിരി. എന്തായാലും നിതീഷ് പറയാൻ പോയതൊന്നും ശ്രീകുട്ടന് ഒട്ടും പോസിറ്റീവായിട്ടല്ല എടുത്തത്. അവര് തമ്മിൽ വലിയ വഴക്കായി. ഒടുവിലത് കയ്യാങ്കളിയിലേക്ക് എത്തി. ശ്രീകുട്ടനെ ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ അവനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചത്. ചെയ്ത തെറ്റ് തിരുത്തണം എന്നൊരാൾക്ക് തോന്നിയ അയാളോട് ഇങ്ങനെയല്ലോ പെരുമാറേണ്ടത്. സുമി, ദൈവത്തെ ഓർത്ത് നിതീഷിനെ ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അവനെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവന്റെ ഭാഗത്ത് നിന്ന് ഇനി എത്ര പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സർവ്വ സാധ്യതകളും നമ്മൾ ചുഴിഞ്ഞന്വേഷിക്കണം. പക്ഷെ ഗിരി, നന്ദുവിനെ കല്യാണം കഴിച്ചോളാന്ന് എന്റെ വീട്ടിൽ ചെന്നവൻ പറയണമെന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാവില്ലേ? എന്ന് നിർബന്ധമില്ലല്ലോ. അത് വിശ്വസിച്ചാണെങ്കിലും നന്ദിത ഒളിവിന്ന് പുറത്തു വരണമെന്ന് കരുതിയിട്ടാണെങ്കിലോ? നന്ദിതയെ കാണാതായതിന്റെ ഉത്തരവാദിത്വം പോലീസ് നിതീഷിന്റെ മേലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. നന്ദിതയെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരേണ്ടത് ഇന്നിപ്പോ അവന്റെ ആവശ്യമാണ്. അങ്ങനെ ഒരു കല്യാണത്തിന്റെ ഓഫർ അവൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും നന്ദിതയെ തിരിച്ചു വരുത്താനും പോലീസ് കേസിൽ നിന്ന് തലയൂരാനും തന്നെയാവും. ഒരു സംശയം വേണ്ട സുമി. ആയിക്കോട്ടെ, ആ കല്യാണത്തിന്റെ കാര്യം ഒരു നുണ തന്നെ ആയിക്കോട്ടെ. എന്നാലും സാരമില്ല. എങ്ങനെയെങ്കിലും അതറിഞ്ഞ് അത് വിശ്വസിച്ചാണെങ്കിലും എന്റെ നന്ദു തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. സുമി കരയല്ലേ? സുമി, അങ്ങനെ പ്രതികരിച്ചതിൽ ശ്രീയേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം അനിയത്തെ ചതിച്ച ഒരാളോട് കുടുംബസ്നേഹമുള്ള ഒരു ഏട്ടൻ പിന്നെ എങ്ങനെയാ പെരുമാറുക? ശ്രീയുടെ പ്രതികരണം കുറച്ച് കടുത്തുപോയി. വീട്ടിൽ കയറി വരുന്ന ഒരാള് അയാൾ എത്ര മോശക്കാരനാണെങ്കിലും തല്ലാന്നൊക്കെ പറഞ്ഞ അത് വേണ്ടായിരുന്നു. നിതീഷേട്ടൻ സ്വന്തം ഏട്ടനായതുകൊണ്ട് പറയല്ല. 4 ചീത്ത പറഞ്ഞിട്ടെങ്കിലും പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? എന്താവാൻ, അതിന്റെ പേരില് ശ്രീയെ എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞു. നിതീഷേട്ടന്റെ കാര്യത്തില് അമ്മയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു ലോകമഹായുദ്ധത്തിനുള്ള സ്കോപ്പ് 2 കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഭൂകമ്പം നടന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റമില്ല ഏടത്തി. നിധിയേട്ടൻ ആദ്യം വന്ന് കണ്ടത് ഏടത്തിയല്ലേ? നിധിയേട്ടൻ സംസാരിച്ചതിൽ ഏടത്തിക്ക് എന്താ തോന്നിയേ? എനിക്കെന്തോ നിതീഷേട്ടന്റെ വാക്കുകള് അത്ര വിശ്വാസത്തിലെടുക്കാൻ തോന്നിയില്ല. നീ എവിടെയാ ഉള്ളത് അതറിയുക മാത്രമാണ് നിതീഷേട്ടന്റെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാനത് പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. എന്റെ അടുത്ത് വർക്കൗട്ട് ആവാതെ വന്നപ്പോഴാണ് നേരിട്ട് വീട്ടിലേക്ക് വന്നതും ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായതും. ശ്രീ കയറി വരുന്നത് വരെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നിതീഷേട്ടൻ അച്ഛനെയും അമ്മയെയും പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നു. ആരെയും കുപ്പിയിലാക്കാൻ നിധിയേട്ടന് പണ്ടേ കഴിവാണല്ലോ. ആ വാക്കുകൾ വിശ്വസിച്ചല്ലേ ഞാൻ ഈ പരുവത്തിലായത്. ഏട്ടത്തി എന്നോട് നിധിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഞാനത് വിശ്വസിക്കത്തില്ലായിരുന്നു. റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഏട്ടത്തി ഇപ്പൊ ഞാൻ. എന്റെ ജീവിതം മുഴുവൻ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെയാണ്. ഈ കുഞ്ഞിനെ എന്തൊക്കെയായാലും ഒരാപത്തിനും വക്കിൽ കൊണ്ട് തള്ളാനാവില്ല ഏട്ടത്തി. നിതീഷേട്ടൻ ഞാൻ എഴുതിയ കത്ത് വായിച്ച് നന്നായി ഭയന്നിട്ടുണ്ട്. ഈ കുഞ്ഞിനെ കൊന്നു കളയാൻ തന്നെയാണ്
ആ മനുഷ്യന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ കുഞ്ഞ് ജനിക്കും വരെ ഞാൻ ഈ വീട് വിട്ട് ഇനി പുറത്തേക്കില്ല. സോഫിയക്ക് ഞാനൊരു ബുദ്ധിമുട്ടായെന്ന് എനിക്കറിയാം. എന്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തോണ്ടാ സോഫി. സോഫിയുടെ സ്വന്തം അനിയത്തിക്ക് ഈ അവസ്ഥ വന്നതെങ്കിൽ സോഫി സഹായിക്കില്ലേ? എന്നെ എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ സോഫി അങ്ങനെ തന്നെ കാണണം. ഇതൊരു അപേക്ഷയാണ് സോഫി. ശരിയാഗിരി, നീ പറഞ്ഞ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടല്ലോ 2022 ഈ ഫയൽ എല്ലാം ഉണ്ട്. ഹലോ, അതെ ആകാശ് സംസാരിക്കുന്നേ. അപ്പൊ ശരി, ഞാനേ വിളിച്ചിട്ട് വരാം. എടാ കിട്ടിയടാ, കിട്ടി. നമ്മൾ അന്വേഷിച്ച കാര്യം കിട്ടി. നീ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യമാണോ ഈ പറയുന്നത്? അല്ലേ അല്ല. എടാ ഡോക്ടർ ഹാഷിം ഹുസൈന്റെ മകനെ വിളിച്ചേ. ആ ഹാഷിം ഡോക്ടറുടെ മകൻ എന്താ പറഞ്ഞത്? ഡോക്ടർക്കേ നമ്മളെ ഒന്ന് കാണണമെന്ന്. എടാ സംസാരിക്കാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുന്ന ആൾ എന്തിനാ ഇനിയും നമ്മളെ കാണുന്നത്? അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തിനാ കാണണമെന്ന് പറയുന്നേ? എന്തോ കാര്യമുണ്ട്. ഒരുപക്ഷെ അയാളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ കച്ചിത്തുരുമ്പായിരിക്കും. എടാ എന്തെങ്കിലും ചെറിയൊരു സൂചന കിട്ടിയാൽ തന്നെ നമുക്കത് പിടിച്ച് കയറാൻ പറ്റും. എന്തായാലും ആഷിം ഡോക്ടർ നമ്മളെ കാണുന്നത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടം വരുന്ന പോയി നോക്കാം. ഏട്ടനെ ആരും വിശ്വാസത്തിൽ എടുക്കാത്തതാ ഇപ്പോഴത്തെ പ്രശ്നം. അതെ, വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. അതിപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനിയും വൈകിട്ടില്ല. സത്യസന്ധമായി പെരുമാറി നീ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കും നിധിമോനെ. എങ്കിലേ ദൈവത്തിന് പോലും നിന്നെ വിശ്വാസം വരും. നല്ലത് ചെയ്താലേ നല്ലത് വരൂ. അതങ്ങനെ ഇയാളെ കുറെ നേരമായി. എന്റെ പൊന്നമ്പിയങ്ങളെ, മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വെറുപ്പിക്കല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല മോളെ. എന്റെ ജീവിതം കൊണ്ട് അയ്യപ്പ സ്വാമി എന്നെ പഠിപ്പിച്ച പാഠമാ. പാഠം പഠിച്ചതൊക്കെ അങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് എടുക്കണ്ട. എന്റെ ക്ഷമ പരീക്ഷിക്കാതെ അങ്കൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയാനുള്ള പറഞ്ഞു. നിങ്ങളായി, നിങ്ങളുടെ പാടായി. എടാ നിതീഷേ, നീ അടിച്ചു, അവൻ നിന്നെ ഇടിച്ചു. സ്വാമി ശരണമയ്യപ്പ. അതൊക്കെ പോട്ടെ, ഏട്ടനൊന്നും കേട്ട് അപ്സെറ്റ് ആവണ്ട. പക്ഷേ നന്ദിതയായിട്ടുള്ള കല്യാണക്കാര്യം സനുവെങ്കിലും വിശ്വസിക്കാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നോക്കിട്ടെ, ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ ഒന്നാളോട് സംസാരിക്കോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ചിലപ്പോ കാര്യങ്ങളുടെ ഗൗരവങ്ങൾക്ക് മനസ്സിലായാലോ. എന്താടി, നിനക്ക് സനുവിനോട് സംസാരിക്കാൻ എന്തെങ്കിലും? എനിക്ക് കാര്യം അവളോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷേ ഇനി നമ്മളൊരു അറ്റംപ്റ്റ് നടത്തിയാ അത് വിജയിക്കണം. അതാ ഞാൻ ആലോചിച്ചത്. കാര്യങ്ങൾ നിങ്ങളുടെ കല്യാണത്തിൽ എത്തിയിരിക്കണം. ആർക്കും മറുത്തു പറയാൻ പറ്റാത്ത ഒരു നീക്കമായിരിക്കണം അത്. അതിന് അവളെ കണ്ട് സംസാരിക്കേണ്ടത് ഞാനോ ഏട്ടനോ ഒന്നുമല്ല. പിന്നെ സനുവിനോട് സംസാരിക്കേണ്ടത് വേറെ ആരുമല്ല, നമ്മുടെ അമ്മയാ നിതീഷേട്ടാ. അമ്മ ഇടപെട്ട ഈ കല്യാണം എപ്പോ നടന്നു എന്ന് ചോദിച്ചാ മതി. ആഹാ, ആരായത്? മണിയോ? എത്ര നാളായി കണ്ടിട്ട്? ഉം? അന്ന് വീട്ടിൽ വന്നിട്ട് ഒരു പോക്കങ്ങ് പോയതാണല്ലോ. അമ്പലത്തിൽ വന്നെങ്കിലല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ആ, അത് കൊള്ളാം. നീ എന്ത് ഇവിടെ അമ്പലത്തിലാണോ താമസിക്കുന്നത്? അല്ല, ഞാൻ ദിവസം അമ്പലത്തിൽ വരാറുണ്ടല്ലോ. അപ്പൊ കണ്ടേനെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെ. അല്ല, മോനെന്താ മലയ്ക്ക് പോയിട്ട് വന്നിട്ടും ഈ കറുപ്പ് ഡ്രസ് മാറാത്തെ? ഇന്ന് ശനിയാഴ്ചയല്ലേ, കറുപ്പെടുന്നത് നല്ലതാന്ന് അച്ഛൻ പറഞ്ഞത്. ഓ, സുമേന്റെ എന്താ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വരാതിരുന്നത്? അത് ഒരു തിരക്കിലായി പോയി മോനെ. അതൊന്നുമല്ല, ദൈവത്തിനോട് എന്തെങ്കിലും സങ്കടം പറയാനുള്ളപ്പോഴാ സുമേന്റെ അമ്പലത്തിലേക്ക് വരുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു സങ്കടം? ഏയ്, ഒന്നുമില്ല കുട്ടി. അതൊക്കെ മോനെടുത്ത് പറഞ്ഞിട്ട് എന്തിനാ? എന്നോടും കൂടി പറഞ്ഞോളൂ, ഞാൻ പ്രാർത്ഥിക്കാലോ. ഈ ജീവിതം ഒരു വലിയ പരീക്ഷയാണ് മണി. ഇപ്പോ അതൊന്നും പറഞ്ഞാൽ മണിക്ക് മനസ്സിലാവില്ല. പരീക്ഷ നമുക്ക് എഴുതി ജയിക്കാനുള്ളതല്ലേ, അതിനെന്തിനാ പേടിക്കുന്നത്? എത്ര വലിയ പരീക്ഷയും എനിക്കിഷ്ടാ. എനിക്ക് ആകെ പേടിയുള്ളത് കണക്ക് പരീക്ഷയാ. പഴയ ചില കണക്കുകൾ തന്നെ ആന്റിയും വട്ടച്ചുറ്റിക്കുന്നത്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ കണക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നത്. പക്ഷെ ജീവിതത്തിലെ ചില കണക്കൂട്ടലുകളായി അത്ര എളുപ്പമല്ല മണി. എത്ര കൂട്ടിയും കിഴിച്ചു നോക്കിയാലും നമുക്ക് ചിലപ്പോ ശരിയുത്തരം കിട്ടിയെന്ന് വരില്ല. എത്ര ആവർത്തി ചെയ്താലും അതിങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിന്റെ കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലല്ലേ സുമിതാന്റി? നല്ലതുപോലെ പ്രാർത്ഥിച്ചാ മതി, എല്ലാ കണക്കുകളും അയ്യപ്പസ്വാമി ശരിയാക്കി തന്നോളും. അന്ന് നിങ്ങൾ വന്നു പോയതിനു ശേഷം ഉപ്പ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണണമെന്ന് എഴുതി പറയുകയും ചെയ്തു. അതാ ഞാൻ വിളിപ്പിച്ചത്. ഡോക്ടർക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നോ? ഉപ്പ പറഞ്ഞ ബുദ്ധിമുട്ടണ്ട. എന്താന്ന് വെച്ചാ ഇതാ ഇതിൽ എഴുതി കാണിച്ചാ മതി.
ഏത് ഡയറിയുടെ കാര്യം ഉപ്പ പറയുന്നേ? ഇതാണോ ഉപ്പ ഉദ്ദേശിച്ച ഡയറി? തെറ്റുകൾ ഏത് മനുഷ്യനും സംഭവിക്കാം. നിന്റെ ഏട്ടന്റെ കാര്യത്തിലും അത് മാത്രമേ സംഭവിച്ചുള്ളൂ. നിതീഷിന് സംഭവിച്ച കൈപ്പിഴ അവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പെൺകുട്ടികളുടെ കാര്യത്തില് ഏട്ടന് സംഭവിച്ച ആദ്യത്തെ കൈപ്പിഴയല്ലല്ലോ അമ്മ ഇത്. മറ്റു പെണ്ണുങ്ങളുടെ കാര്യത്തില് ഏട്ടന്റെ മേല് ഇത്രയും വലിയൊരു പിടി മുറുകിയില്ല. അതുകൊണ്ട് ആ കേസുകളിൽ നിന്നെല്ലാം ഏട്ടൻ ഈസി ആയിട്ട് തടിയൂരി. ഇതിപ്പോ നന്ദുവിന്റെ കേസായതുകൊണ്ട് ശ്രീയും സുമിച്ചേച്ചിയും എല്ലാരും കൂടി ഏട്ടനെ കത്രിക പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ നിക്കക്കളിയില്ലാതെ വന്നപ്പോ നിതീഷ് ഏട്ടൻ കല്യാണത്തിന് സമ്മതിച്ചു. ഇതല്ലേ ഉണ്ടായത്. ആത്മാർത്ഥമായിട്ടാണ് നിധിയേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കല്യാണ നാടകം കളിച്ച് ഏട്ടൻ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പില് നല്ല കുട്ടിയായിട്ട് മാറും. പക്ഷേ അപ്പോഴും നന്ദിതയുടെ ഭാവി എന്തായിരിക്കുമെന്ന് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? പുതുമോടി കഴിയുമ്പോ ഏട്ടൻ പൊടിയും തട്ടിയങ്ങ് പോകും. പിന്നെ കൊച്ചിനെ ഒക്കത്ത് വെച്ച് നന്ദിത വീണ്ടും ശ്രീയുടെ വീട്ടിലേക്ക് കയറി വരും. ജീവിതകാലം മുഴുവൻ ആ കണ്ണീര് ഞാൻ കൂടി കാണേണ്ടി വരും. നന്ദിത എവിടെയാണെന്ന് അറിയാൻ ഏട്ടൻ ആദ്യം എന്റെ അടുത്തൊരു നാടകം കളിച്ചു നോക്കി. ഞാൻ അതിൽ വീണില്ല. അപ്പോ അടുത്ത സെന്റിമെന്റൽ ഡ്രാമയുമായിട്ട് ശ്രീയുടെ വീട്ടിലേക്ക് കയറി വന്നു. അച്ഛനെയും അമ്മയൊക്കെ ഒരു വിധത്തില് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. പക്ഷെ ശ്രീയുടെ അടുത്ത് ഏട്ടന്റെ ഒരു നമ്പറും നടന്നില്ല. ആട്ടി ഇറക്കി നിധിയേട്ടനെ ശ്രീ വീട്ടിൽ നിന്ന്. ആട്ടി ഇറക്കിയെന്നല്ല, തല്ലി ഇറക്കിയെന്ന് വേണം പറയാൻ. സ്വന്തം ആങ്ങളെ ഭർത്താവ് കൈവയ്ക്കുന്നത് കണ്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാതെ നോക്കി നിന്നോളല്ലേ നീ. ശ്രീനിഷ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതോടെ നീ ഒയ്യാരത്ത് കുടുംബത്തിലെ അംഗമല്ലാതായോ? കുറച്ചു കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ കൂറു മുഴുവൻ ഇപ്പൊ ശ്രീയുടെ വീട്ടുകാരോടാണല്ലോ. ഒന്നുമില്ലെങ്കിലും നീയും നിതീഷും ഒരേ ചോരയല്ലേ? ആ ഒരു അനുകമ്പയെങ്കിലും നീ കാണിക്കണ്ടേ? അല്ലാതെ സ്വന്തം ഭർത്താവ് സഹോദരനെ തല്ലുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ വേണ്ടത്? ശ്രീ നിതീഷേട്ടനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതിന് ശ്രീക്ക് ഞാൻ കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും അതിന്റെ പേരിൽ ശ്രീയെ പൊളിച്ചടുക്കി. അതുകൊണ്ട് എന്റെ മോന് സംഭവിച്ച അപമാനം ഇല്ലാതാവോ? അവന് കിട്ടിയ തല്ലിന് ആര് സമാധാനം പറയും? ഒരമ്മ എന്ന നിലയിൽ നീ എന്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ചു നോക്കണം മോളെ. നിതീഷിനെ കുറിച്ച് നീ പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ മക്കളിൽ വഴി പിഴച്ചുപോയ ഒരേ ഒരാൾ അവൻ മാത്രോ. ഗിരി അവനെ എന്തെല്ലാം ജോലികൾ ഏൽപ്പിച്ചു. വിദേശത്തെ കമ്പനികളുടെ ചുമതല വരെ ഏൽപ്പിച്ചു. അവിടെയെല്ലാം പോയി പെണ്ണുങ്ങളുടെ പിറകെ നടന്നു. അതെല്ലാം തൊലച്ചു നിതീഷ്. ഇനിയെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും കൊണ്ടുവരാനും
അവന്റെ മേലൊരു കടിഞ്ഞാണിടാനും ദൈവമായിട്ട് തന്നൊരു അവസരം ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം സനു. നന്ദിതയുടെ വീട്ടുകാർ കൊടുത്ത കേസ് മുറുകിയതോടെ നിതീഷിന് മുമ്പിൽ വേറെ വഴിയില്ലാതായി. അതാ അവൻ നിന്നെ കാണാൻ വന്നത്. നീയും കൂടി കൈവിട്ട് കളഞ്ഞപ്പോഴാ അവൻ നാണം കെട്ട് ശ്രീനിഷിന്റെ വീട്ടിലേക്ക് കയറി വന്നത്. അതടിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിതീഷ് നന്ദിതയെ കല്യാണം കഴിക്കാതിരുന്ന അവൻ കേസിൽപ്പെട്ട് ജയിലിൽ പോവേണ്ടി വരും. നിതീഷ് അങ്ങനെ ഒരു കേസിൽപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്.